ഹലോ ഗൈസ്, ആര്യനും ഷാനവാസും തമ്മിൽ ഒരു കൈൻഡ് ഓഫ് ഫിസിക്കൽ അഗ്രഷൻ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഷാനവാസ് ആര്യനെ നല്ല രീതിയിൽ ഒരു ഫിസിക്കൽ പുഷ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഒരുപാട് പേര് ഷാനവാസിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നത് കണ്ടു. ആക്ഷൻ ഒബ്വിയസ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനൊക്കെ മുന്നേ എനിക്ക് പറയാനുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുന്നേയും ഷാനവാസ് ഇത്തരത്തിലുള്ള ആക്ഷൻസ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേയും പരിധി വിട്ടിട്ടുള്ള ഒരു ഫിസിക്കൽ അഗ്രഷനിലേക്ക് ഷാനവാസുമായിട്ട് മറ്റ് കണ്ടസ്റ്റൻസ് ഇതിന് മുന്നേയും അവിടെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ടെമ്പർ കൺട്രോൾ ചെയ്യാതെ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളെയും കണ്ട് അതിനെ സമീപിച്ചിട്ടുണ്ട്. അതൊന്നും അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇതിന് മുന്നേ നടന്ന ഓരോ സിറ്റുവേഷൻസിലും അതിനെ നല്ല രീതിയിലൊരു വാൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഉണ്ടാവൂല, നിങ്ങളെ പിടിച്ച് തൂക്കി എറിയും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വാണിയോ കാര്യങ്ങളോ ഇതുവരെ ഷാനവാസിന് അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കും, അവിടുന്ന് സംസാരിക്കാൻ പറയും, അവിടെ സംസാരിക്കും, അത് തീരും. വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഭാഷ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ആക്ഷൻസ് ശ്രദ്ധിക്കൂ. ഭയങ്കര മൈൽഡായിട്ടാണ് പല കാര്യങ്ങളും പ്രസന്റ് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് ടീം വീക്കെൻഡ് എപ്പിസോഡ്സിൽ. എസ്പെഷ്യലി ഷാനവാസിൻ്റെ അഗ്രഷൻ ഇഷ്യൂസ് വരുന്ന ഓരോ വിഷയങ്ങളും ഭയങ്കര ലൈറ്റായിട്ട് എടുത്ത പോലെയാണ് എനിക്ക് വരിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റായിട്ട് എടുക്കും തോറും ഈ പുള്ളി വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളോ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും എൻ്റെ ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ അതോ ഇപ്പോഴും അതേപോലെ തന്നെ നിങ്ങളുടെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യൂ എന്നാണോ ബിഗ് ബോസ് ടീം പറയാൻ പോകുന്നത് എന്നറിയില്ല. എന്നാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഫിസിക്കലി പുഷ് ചെയ്യുക, ഫിസിക്കലി അവരെ പിടിച്ച് തള്ളില്ല, ജസ്റ്റ് കോമ്പാക്റ്റ്, അവരടുത്ത് ചെന്നിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കൽ അഗ്രഷൻ, അത് ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന രീതിയിൽ വരെ പോകാവുന്ന തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളും ഉണ്ടാക്കുക, അത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുളയിലേന്ന് വിളിക്കളയേണ്ട ഒരു കാര്യമായിരുന്നു. അത് ബിഗ് ബോസ് ടീമിൽ വരെ ചെയ്തിട്ടില്ല. അതിൻ്റെ സീരിയസ്നെസ് ബിഗ് ബോസ് ടീം കണ്ടിട്ടില്ല. അത് ഇനി ഈ ഒരു ആക്ഷൻ്റെ പുറത്ത് ബിഗ് ബോസ് ടീം ഇനിയെങ്കിലും അത് സീരിയസ് ആയിട്ട് കാണും, അതിനകേനിച്ചൊരു ആക്ഷൻ എടുക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് 1-2 തവണയല്ല, ഇതിപ്പോൾ ഒരുപാട് തവണയായി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും, നല്ല രീതിയിൽ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ പുള്ളി വീണ്ടും ഇത് ചെയ്യും, അടുത്ത ലെവൽ ഓഫ് അഗ്രഷൻ വരും. അപ്പോൾ ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് വാണിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ എത്രയെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യൂ എന്ന് പറയുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ സീരിയസ്നെസ്സിൽ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ സീരിയസ്നെസ്സിൻ്റെ പുറത്തെങ്കിലും ഇനി ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഭയം കണ്ടസ്റ്റൻസിന് വരും. അത് ഷാനവാസിന് മാത്രമല്ല, ഈ ഫിസിക്കൽ അഗ്രഷൻ എടുക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും, ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും എല്ലാ കണ്ടസ്റ്റൻസിനും ഈ ഫിസിക്കൽ അഗ്രഷൻ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പറുള്ള ആൾക്കാർക്കൊക്കെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആക്ഷൻസ് അവിടെ കുറയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടാവാൻ ഒരു കാരണം ഷാനവാസ് മാത്രമാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. തക്കതായ സമയങ്ങളിൽ ഇതിനെ തക്കതായ രീതിയിൽ അതിൻ്റെ സീരിയസ്നെസ്സോടെ വാൺ ചെയ്യാതിരുന്നത് ബിഗ് ബോസ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും ഇത്തരത്തിലുള്ള ആക്ഷൻസ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും പറയും, നിങ്ങൾ കണ്ടതല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിട്ടിന് പറയാനല്ലേ പറ്റുള്ളൂ. അതെ, പറയാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ പറയുന്നതിൻ്റെ സീരിയസ്നെസ് കുറച്ചുകൂടി കൂട്ടി തന്നെ പറയണം. കാരണം ഈ ചോറ് തിന്നതിൻ്റെയും തക്കാളി മുട്ടിച്ചതിൻ്റെയൊക്കെ കാര്യം നല്ല രീതിയിൽ ഭയങ്കര ദേഷ്യം രീതിയിൽ അല്ലെങ്കിൽ ഹൈപ്പറായിട്ടുള്ള രീതിയിൽ അഗ്രസീവായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ടീമിന് പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ടീമിന് പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ സീരിയസ്നെസ് ഒട്ടും പോരാന്ന് ഞാൻ പറയുള്ളൂ. ഇനിയും നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് പറയേണ്ടതുണ്ട്. അല്ലേ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ ആ ആക്ഷൻസ് എടുക്കുക തന്നെ ചെയ്യണം. കാരണം ഇത് ഫസ്റ്റ് ഇൻസിഡൻ്റ് അല്ല, ഇതിപ്പോൾ 3-4 ഇൻസിഡൻ്റായി മറ്റ് ഡിഫറെൻറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ.